വെൽക്കം ടു ലേൺ നോ. ഇത് നമ്മൾ കുറച്ച് കൺട്രോൾ സിസ്റ്റം ബേസ്ഡ് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ദ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഷോൺ ഇൻ ദ ഫിഗർ ഹാസ്. താഴെ ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫോർവേഡ് പാത്ത് ഈക്വൽ ടു 2, ലൂപ്സ് ഈക്വൽ ടു 4, നോൺ ടച്ചിങ് ലൂപ്പ് ഈക്വൽ ടു 0. അതുപോലെ സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ, ഫോർവേഡ് പാത്ത് ഈക്വൽ ടു 3, ലൂപ്സ് ഈക്വൽ ടു 4, നോൺ ടച്ചിങ് ലൂപ്സ് ഈക്വൽ ടു 0, ഫോർവേഡ് പാത്ത് ഈക്വൽ ടു 3 അല്ലേ. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വന്നിരിക്കുന്നത്. അതുപോലെ തേർഡ് വൺ എന്താണ്? ഫോർവേഡ് പാത്ത് ഈക്വൽ ടു 3, ലൂപ്സ് ഈക്വൽ ടു 3, നോൺ ടച്ചിങ് ലൂപ്സ് ഈക്വൽ ടു 0. എങ്ങനെയാണ് നോക്കാം. അപ്പോൾ എന്താണ് നോക്കൂ, ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ പാത്ത് ഫ്രം ദ ഇൻപുട്ട് ടു ദ ഔട്ട്പുട്ട് നോഡ് ഇൻ ദ ഗിവൺ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അല്ലേ. എന്താണ് ഫോർവേഡ് പാത്ത് പറഞ്ഞാൽ എന്താണ്? പാത്ത് കൊടുത്തിരിക്കുന്നത് ഇൻപുട്ട് ടു ദ ഔട്ട്പുട്ട് നോഡ് അല്ലേ. ഹിയർ ദർ ആർ 3 ഫോർവേഡ് പാത്ത്സ്. നോക്കിയേ, എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? 3 എണ്ണം അല്ലേ. നോക്കൂ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? 1, 2, 3 3 ഫോർവേഡ് പാത്ത്സ് ഉണ്ട് അല്ലേ. 2 to 4 ഒരെണ്ണം, 1 to 8 പറഞ്ഞിട്ട് ഒരെണ്ണം, അതുപോലെ 3 to ക്ലോസ്ഡ് ആയിട്ടുള്ള 5 അല്ലേ, 3 to 5. അപ്പോൾ 3 ഫോർവേഡ് പാത്ത് ഉണ്ട്. ദെൻ ദ നമ്പർ ഓഫ് ലൂപ്സ് ഇൻ ദ ഗിവൺ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഈസ് 3. എത്ര ലൂപ്പ് ഉണ്ട്? ലൂപ്പ് കണ്ടുപിടിക്കാൻ ഓൾറെഡി നമുക്കറിയാം അല്ലേ. ഇവിടുത്തെ ലൂപ്പ് എത്ര എണ്ണം ഉണ്ട്? 3 ആണ് തന്നിട്ടുള്ളത്. അതുപോലെ നോൺ ടച്ചിങ് ലൂപ്സ് ആർ കൺസിഡർ. ഇനി നോൺ ടച്ചിങ് ലൂപ്സ് എത്ര എണ്ണം ഉണ്ട്? നോൺ touching loops are considered as non-touching when there are no common nodes between them അല്ലേ. കോമൺ നോട്ട്സ് ഇല്ലാത്തതിനെയാണ് എന്ത് പറയുന്നത്? നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് പറയുകയാണ്. there are no non-touching loops in the given signal flow graph. ഇതിൽ എന്തില്ല? നോൺ ടച്ചിങ് ലൂപ്സ് ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെയാണ് മനസ്സിലായില്ലേ? ഫോർവേഡ് പാത്ത് 3 ആണ്, ലൂപ്സ് 3 ആണ്, നോൺ ടച്ചിങ് വന്നിട്ട് 0 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മേജർ പാർട്ട് ഓഫ് എൻ ഓട്ടോമാറ്റിക് കൺട്രോൾ തിയറി അപ്ലൈസ് ടു ദി causal system, linear time invariant system, time variant system, non linear system. എന്താണ് ഈ ഓട്ടോമാറ്റിക് കൺട്രോൾ തിയറി ഇതിൽ അപ്ലൈ ചെയ്യുന്നത്? ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിലാണ് എന്ത് ഓട്ടോമാറ്റിക് കൺട്രോൾ തിയറി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ദ സെയിം ഔട്ട്പുട്ട് ഫോർ ദ സെയിം ഇൻപുട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് വെൻ ഇൻപുട്ട് ഈസ് ഗിവൺ അല്ലേ. അപ്പോൾ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ആർ ആൾസോ യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ സിസ്റ്റം ലോങ് ടേം ബിഹേവിയർ. ലോങ് ടേം ബിഹേവിയറിനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യാം. സോ ഓട്ടോമാറ്റിക് കൺട്രോൾ തിയറി മെയിനായിട്ട് ഏതിലാണ്? ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിലാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ എന്താണ്? ട്രാഫിക് ലൈറ്റ് സിസ്റ്റം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അല്ലേ. ഓപ്പൺ ലൂപ്പാണോ ക്ലോസ്ഡ് ലൂപ്പാണോ? ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്. ഏതാണ്? ട്രാഫിക് ലൈറ്റ് സിസ്റ്റം വന്നിട്ട് എന്തിന് എക്സാമ്പിൾ ആണ്? ഇറ്റ്സ് എൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം അല്ലേ. ഇറ്റ്സ് എൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ഇത് ഒരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ട്രാഫിക് ലാമ്പ് വിൽ ഗ്ലോ according to the set timing and sequence and is time dependent അല്ലേ. ടൈം ഡിപ്പെൻഡൻ്റ് ആണ് ഒരു ട്രാഫിക് ലാമ്പ് എന്ന് പറയുന്നത്. സോ ദ സീക്വൻസ് ആൻഡ് ടൈം ആർ കൺട്രോൾഡ് ബൈ റിലേസ് ദാറ്റ് വർക്ക് ഓൺ ദ പ്രീ പ്രോഗ്രാംഡ് ടൈം. ഓൾറെഡി നമ്മളതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇന്ന ടൈമിൽ വർക്ക് ചെയ്യാൻ അല്ലേ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ റഷ് ഓഫ് ദി റോഡ്. അതെന്താണ്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? റോഡിൻ്റെ റഷിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം എന്തിനു എക്സാമ്പിളാണ്? ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന് എക്സാമ്പിൾ. നെക്സ്റ്റ് നോക്കിയേ ക്വസ്റ്റ്യൻ. ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം വാസ് സബ്ജക്റ്റഡ് ടു 15 വോൾട്ട് തന്നിട്ടുണ്ട്. നമുക്ക് നെഗറ്റീവ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ എത്ര? 50 വോൾട്ട് ആണ്. ദ സിസ്റ്റം ഹാസ് എ ഫോർവേഡ് ഗെയിൻ ഓഫ് 2 തന്നിട്ടുണ്ട് ആൻഡ് ഫീഡ്ബാക്ക് ഗെയിൻ ഓഫ് 0.5 തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡിറ്റർമൈൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ദ എറർ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ നോക്ക്, 15 volt 10 volt, 6 volt 5 volt, 15 volt 7.5 volt, 5 volt 10 വോൾട്ട് അല്ലേ. അപ്പോൾ ആൻസർ വന്നത് ഇവിടെ 15 വോൾട്ട് 7.5 വോൾട്ട് ആണ്. ഓപ്ഷൻ സി ആണ്. സോ നമുക്കിവിടെ ഓൾറെഡി എന്താണ്? ജി ഓഫ് എക്സ് എന്ത് തന്നിട്ടുണ്ട്? 2 തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ എച്ച് ഓഫ് എക്സ് എന്ത് തന്നിട്ടുണ്ട്? 0.5 തന്നിട്ടുണ്ട്. ദെൻ ആർ ഓഫ് എക്സ് എന്ത് തന്നിട്ടുണ്ട്? 10 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ജി ഓഫ് എക്സ് ബൈ 1 പ്ലസ് ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ് ആർ ഓഫ് എക്സ് ആണ് അല്ലേ ഫോർമുല. അപ്പോൾ അതിലേക്ക് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം ഡയറക്റ്റ് വാല്യൂസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് വോൾട്ടേജിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 15 വോൾട്ട് എന്ന് കിട്ടും. ദെൻ എറർ വോൾട്ടേജിൽ എങ്ങനെയാണ്? ഫോർമുല 1/1 പ്ലസ് ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ് ആർ ഓഫ് എക്സ്. സെയിം ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും ആർ ഓഫ് എക്സും നമ്മുടെ കയ്യിലുണ്ട്. സോ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ഓക്കെ, അപ്പോൾ നമുക്കിതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? 15 വോൾട്ടും അതുപോലെ എറർ വോൾട്ടേജ് വന്നിട്ട് എത്രയാണ്? 7.5 വോൾട്ടും ആണ് അല്ലേ.
ഇനി അടുത്ത എന്താണ്? ലൂപ്പ് ഗെയിൻ ഈസ് ഈക്വൽ ടു അല്ലേ? ലൂപ്പ് ഗെയിൻ എന്തിന് ഈക്വൽ ആണ്? ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ബ്രാഞ്ചസ് ഗെയിൻ ഇൻ എ ലൂപ്പ്, പ്രൊഡക്റ്റ് ഓഫ് ഓൾ ബ്രാഞ്ചസ് ഗെയിൻ വൈൽ ട്രാൻസ്വേഴ്സിംഗ് ദ ഫോർവേഡ് പാത്ത്, summation of all branches gain in a loop, അല്ലെങ്കിൽ sum of all branches gain while traversing the forward path. ഇതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇതിൽ ആൻസർ വന്നിട്ട് ലൂപ്പ് ഗെയിൻ എന്തിന് ഈക്വൽ ആണ്? പ്രൊഡക്റ്റ് ഓഫ് ഓൾ ബ്രാഞ്ച് ഗെയിൻസ് വൈൽ ട്രാൻസ്വേഴ്സിംഗ് ദ ഫോർവേഡ് പാത്ത്. എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം മാക്സിൻസ് ഗെയിൻ ഫോർമുല അല്ലെ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഓഫ് എക്സ് ബൈ ആർ ഓഫ് എക്സ്. ഓൾറെഡി നമുക്കറിയാം ടി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ y equal to 1 to k p of k del k by del അല്ലേ? വാല്യൂസ് ഒക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. സോ അപ്പോൾ ലൂപ്പ് ഗെയിൻ എന്തിന് ഈക്വൽ ആയിരിക്കും? എല്ലാ ബ്രാഞ്ചസ്, പ്രൊഡക്റ്റ് ഓഫ് ഓൾ ബ്രാഞ്ച് ഗെയിൻ വൈൽ ട്രാൻസ്വേഴ്സിംഗ് ദ ഫോർവേഡ് പാത്ത് ആയിരിക്കും. The gain margin of a second order system. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The gain margin of a second order system is gain margin. സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഗെയിൻ മാർജിൻ എന്താണ്? 0 ആണോ, ഇൻഫൈനൈറ്റ് ആണോ, 1 ആണോ, 2 ആണോ? ഏതാണ്? ഇൻഫൈനൈറ്റ് ആണ് അല്ലേ ഗെയിൻ മാർജിൻ. എന്താണ് ഗെയിൻ മാർജിൻ? നോക്കൂ. The gain margin indicate the additional graph provide to the system without affecting its stability. സ്റ്റെബിലിറ്റിനെ എഫക്റ്റ് ചെയ്യാതെ അഡീഷണൽ ആയിട്ട് ഒരു ഗ്രാഫ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ the total phase shift of a second order system is approximately equal to, അടുത്ത എന്താണ്? ഫേസ് ഷിഫ്റ്റ് വന്നിട്ട് എങ്ങനെയാണ്? 180 ഡിഗ്രി ആണ് ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ. വിച്ച് ലീഡ് ടു ദ ഇൻഫൈനൈറ്റ് ഫ്രീക്വൻസി. ദസ് ദ ഗെയിൻ മാർജിൻ ഈസ് ആൾസോ ഇൻഫൈനൈറ്റ്. സോ ഗെയിൻ മാർജിൻ എന്താണ്? ഇൻഫൈനൈറ്റ് ആണ് അല്ലേ? അപ്പോൾ ദ ഗെയിൻ മാർജിൻ ഓഫ് എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം എന്താണ്? ഇൻഫൈനൈറ്റ് ആണ് കേട്ടോ. In which of the following system can multiple signals be used? ഏത് സിസ്റ്റത്തിലാണ് മൾട്ടിപ്പിൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ വന്നിട്ട് എന്താണ്? ഫീഡ്ബാക്ക്, ബി വന്നിട്ട് എന്താണ്? നോൺ ഫീഡ്ബാക്ക്, ഫീഡ് ഫോർവേഡ്, നൺ. അപ്പോൾ ഏത് സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ സിഗ്നൽ യൂസ് ചെയ്യുക? ഫീഡ്ബാക്ക് സിസ്റ്റത്തിലാണ് അല്ലേ? അപ്പോൾ ഫീഡ്ബാക്ക് സിസ്റ്റം മൾട്ടിപ്പിൾ സിഗ്നൽസ് ക്യാൻ ബി യൂസ്ഡ്. ഫീഡ്ബാക്ക് സിസ്റ്റത്തിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. The main objective of drawing root locus plot. എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ്? റൂട്ട് ലോക്കസ് പ്ലോട്ട് വരയ്ക്കുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഏതാണ്? To obtain a clear picture about the transient response of feedback system for various values of open loop gain k. അതാണ് ഒരു ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് വന്നിട്ട് എന്താണ്? To determine sufficient condition for the value of k that will make the feedback system unstable. ഇത് രണ്ടെണ്ണമാണ് എൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് root locus. Okay, the main objective of drawing root locus plot is to obtain a clear picture about the transient response. ഒരു ക്ലിയർ ആയിട്ടുള്ള transient response ക്ലിയർ പിക്ചർ നമുക്ക് obtain ചെയ്യും of a feedback system for various values of open loop gain k and to determine sufficient condition for the value of k that will make the feedback system അൺസ്റ്റേബിൾ. മെയിനായിട്ട് എന്തിനാണ് നമ്മൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്താണ് അല്ലേ? ക്ലിയർ പിക്ചർ, ട്രാൻസിയൻറ്റ് റെസ്പോൺസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നത് അല്ലേ? അതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. Then root locus is used to calculate. എന്തിനാണ് നമ്മൾ റൂട്ട് ലോക്കസ് യൂസ് ചെയ്യുന്നത്? എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? മാർജിനലി സ്റ്റെബിലിറ്റി സിസ്റ്റം ആണോ, അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി സിസ്റ്റം ആണോ, കണ്ടീഷണൽ സ്റ്റെബിലിറ്റി സിസ്റ്റം ആണോ, ഓർ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ആണോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റൂട്ട് ലോക്കസ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. എന്താണ്? റൂട്ട് ലോക്കസ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത എന്താണ്? സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അല്ലേ? സിഗ്നൽ ഫ്ലോ ഗ്രാഫ്സ് ദേ അപ്ലൈ ടു ലീനിയർ സിസ്റ്റത്തിലാണോ അപ്ലൈ ചെയ്യുന്നത്? ദി ഇക്വേഷൻ ഒബ്റ്റെയിൻ മേ നോട്ട് ബി ഇൻ ദ ഫോം ഓഫ് കോസ് ഓർ എഫക്റ്റ് ആണോ? ആരോസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഗ്രാഫ്. ദേ കനോട്ട് ബി കൺവേർട്ടഡ് ബാക്ക് ടു ബ്ലോക്ക് ഡയഗ്രാം. ഏതാണ് ഇതിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നമ്മൾ പറയേണ്ടത്? ദേ അപ്ലൈ ടു ലീനിയർ സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് അപ്ലൈ ചെയ്യുന്നത്. Okay, they apply to the linear system. So signal flow graph are used to find the transfer function of control system by converting the block diagram into signal flow graph or directly, but cannot be used for non-linear system. Use ചെയ്യില്ല. So to apply to linear systemത്തിലാണ് തന്നെ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. എന്താണ്? ലൂപ്പ് വിച്ച് ഡു നോട്ട് പോസസ് എനി കോമൺ നോഡ് ആർ സെഡ് ടു ബി ഡാഷ് ലൂപ്സ്. എന്താണ്? ലൂപ്പ് വിച്ച് ഡു നോട്ട് പോസസ് എനി കോമൺ നോഡ്
അതിന് എന്ത് ലൂപ്പ് എന്നാണ് പറയുക? നമ്മൾ ഏതിലാണ് ഇത് വരുന്നത്? ലൂപ്പ് സിഗ്നൽ ഫ്ലോ ഗ്രാഫിലാണ് അല്ലേ? അതിനെയാണ് എന്ത് പറയുന്നത്? നോൺ ടച്ചിങ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് ലൂപ്പാണ്? നോൺ ടച്ചിങ് ലൂപ്പ്സ്. അപ്പോൾ ലൂപ്പ് ഈസ് എ പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക് ഇൻ വിച്ച് ദ ബ്രാഞ്ച് സ്റ്റാർട്ട് ഫ്രം ദ നോഡ് ആൻഡ് കം ബാക്ക് ടു ദ സെയിം നോഡ് അല്ലേ? ആൻഡ് നോൺ ടച്ചിങ് ലൂപ്പ് മസ്റ്റ് നോട്ട് ഹാവ് എനി നോഡ് ഇൻ കോമൺ. അതാണ് എൻ്റെ ലൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ലൂപ്പ് വിച്ച് ഡു നോട്ട് പൊസസ് എനി കോമൺ നോഡ് ആർ സെഡ് ടു ബി ഡാഷ് ലൂപ്പ്. ഏതാണ്? നോൺ ടച്ചിങ് ലൂപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ നോഡ് ഹാവിങ് ഓൺലി ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് മാത്രമുള്ളത് ഏതാണ്? ഇൻപുട്ട് നോഡ്. ഏതാണ്? ഇൻപുട്ട് നോഡാണോ, ഔട്ട്പുട്ട് നോഡാണോ, ഇൻകമിംഗ് നോഡാണോ, ഔട്ട് ഗോയിങ് നോഡാണോ? ഏതാണ്? എ നോഡ് ഹാവിങ് ഓൺലി ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് ഉള്ളത് ഏതിന് മാത്രമാണ്? ഇൻപുട്ട് നോഡിനാണ്. ഓക്കെ, നോഡ്സ് ആർ ദ പോയിന്റ് ബൈ വിച്ച് ദ ബ്രാഞ്ചസ് ആർ ഔട്ട് ഗോയിങ് ഓർ ഇൻ ഗോയിങ് അല്ലേ? നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും. അതിൽ എന്താണ്? ഔട്ട് ഗോയിങ്ങും ഉണ്ടാവും, അതുപോലെ ഇൻ ഗോയിങ്ങും ഉണ്ടാവും അല്ലേ? ആൻഡ് ദിസ് ക്യാൻ ബി ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് നോഡ്. ആൻഡ് ഇൻപുട്ട് നോഡ് ഈസ് എ നോഡ് ഹാവിങ് ഓൺലി ഔട്ട് ഗോയിങ്. ഇൻപുട്ട് നോഡിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ സപ്പോസ് എന്താണ് ഇൻപുട്ടും ആവാം ഔട്ട്പുട്ടും ആവാം, പക്ഷേ ഇൻപുട്ട് നോഡിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ടു ബ്ലോക്സ് ഇൻ പാരലൽ ആർ. ഏതാണ്? സം ഓഫ് ഇൻഡിവിജ്വൽ ഗെയിൻ ആണോ, പ്രൊഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഗെയിൻ ആണോ, ഡിഫറൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഗെയിൻ ആണോ, ഡിവിഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഗെയിം ആണോ? നമുക്കിത് ഓൾറെഡി അറിയാം. രണ്ട് ബ്ലോക്സ് പാരലലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് രണ്ട് ബ്ലോക്സ് എന്താണ് പാരലലായി കണക്ട് ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? സം ഓഫ് ഇൻഡിവിജ്വൽ ഗെയിൻ ആണ് അല്ലേ? നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ റൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ സാധനം അല്ലേ? അപ്പോൾ എന്താണ്? ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ടു ബ്ലോക്സ് ഇൻ പാരലൽ ആർ എന്താണ്? സം ഓഫ് ഇൻഡിവിജ്വൽ ഗെയിൻ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ദ ഗെയിൻസ് ഗെറ്റ് ആഡഡ് ടു ദ as the blocks are connected in parallel with the summer in between and they are connected with the same. Okay, അടുത്ത എന്താണ്? ദ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഓഫ് ദ സിസ്റ്റം ഷോൺ ഇൻ ദ ഗിവൺ ഫിഗർ. തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇൻപുട്ട് ഉണ്ട് R(x) ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട് C(x) ഉണ്ട്, -3 ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതിലെ ഫീഡ്ബാക്കിൽ എന്താണ് 0.5 തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? C(x) by R(x), ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? G(x) by 1 plus G(x) H(x). ഇവിടെ G(x) എന്താണ് തന്നിരിക്കുന്നത്? -3യും H(x) എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5ഉം ആണ് അല്ലേ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? -6/5 കിട്ടും. അപ്പോൾ ആൻസർ വന്നിട്ട് എന്താണ്? -6/5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൂട്ട് ഹാർവെസ്റ്റ് ക്രൈറ്റീരിയ ഗിവ് അല്ലേ? റൂട്ട് ഹാർവെസ്റ്റ് റോ നമുക്ക് അറിയാം. അപ്പോൾ എന്താണ് കിട്ടുന്നത്? ഓപ്ഷൻ നോക്കൂ. നമ്പർ ഓഫ് റൂട്ട്സ് ഇൻ ദ റൈറ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ ആണോ, വാല്യൂസ് ഓഫ് ദി റൂട്ട്സ് ആണോ, നമ്പർ ഓഫ് റൂട്ട്സ് ഇൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിൻ ആണോ, നമ്പർ ഓഫ് റൂട്ട്സ് ഇൻ ദ ടോപ്പ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിൻ ആണോ? എന്താണ്? നമ്പർ ഓഫ് റൂട്ട്സ് ഇൻ ദ റൈറ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ ആണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് അല്ലേ? അപ്പോൾ റൂട്ട് ഹാർവെസ്റ്റ് ക്രൈറ്റീരിയ ഗിവ്സ് നമ്പർ ഓഫ് റൂട്ട് ഇൻ ദ റൈറ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിൻ. ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് വരുന്നത്? സ്റ്റെപ്പ് സിഗ്നൽ ഈസ് ദ സിഗ്നൽ ഹൂസ് വാല്യൂ ഈസ്. സ്റ്റെപ്പ് സിഗ്നൽ എങ്ങനത്തെയാണെന്ന് നോക്കാം. 1 ഓഫ് ഓൾ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0 ആണോ, ഇന്റർമീഡിയറ്റ് അറ്റ് 0 ആണോ, ഇറ്റ് ഈസ് എ 0 ഫ്രം ടൈം ലെസ് ദാൻ 0 ആണോ, ഓൾ ഓഫ് ദി മെൻഷൻ. അപ്പോൾ എന്താണ് ആൻസർ വന്നിട്ട്? ഓൾ ഓഫ് ദി മെൻഷൻ ആണ് അല്ലേ? ദ സ്റ്റെപ്പ് സിഗ്നൽ ഈസ് എ സിഗ്നൽ ഹൂസ് വാല്യൂസ് വേരീസ് ഫ്രം 0 to level in 0 ടൈംസ്. അതാണ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സിഗ്നൽസും നമ്മളിതിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കണം. ഇനി റാമ്പ് ഇൻപുട്ട് എന്താണ്? റാമ്പ് ഇൻപുട്ട് ഡിനോട്ട്സ് കോൺസ്റ്റന്റ് വെലോസിറ്റി തന്നെയാണോ ഡിനോട്ട് ചെയ്യുന്നത്? വാല്യൂസ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ടൈം ആണോ? ഇറ്റ് ഡിനോട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി ആൻഡ് വേരീസ് ലീനിയർലി വിത്ത് ടൈം ആണോ? ഇറ്റ് വേരീസ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം ആണോ? എന്താണ് റാമ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഡിനോട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി ആൻഡ് വേരീസ് ലീനിയർലി വിത്ത് ടൈം ആണ് എന്ത്? റാമ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാമ്പ് സിഗ്നൽ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് വെലോസിറ്റി ആൻഡ് ആൾസോ ബേസിക് ഡെഫിനിഷൻ സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ലീനിയർലി വിത്ത് ടൈം. ഇപ്പോൾ റാമ്പ് സിഗ്നൽ എന്താണ്? വാല്യൂ ഇസ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ടൈം ആണ് കേട്ടോ. ഇനി അടുത്ത എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ആൻ അക്യുറേറ്റ് റൂട്ട് ലോക്കസ് ഫോർ. റൂട്ട് ലോക്കസിനെ ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ MATLAB യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഏതാണ്? MATLAB. MATLAB സ്റ്റാൻഡ്സ് ഫോർ മാത്തമെറ്റിക്കൽ ലബോറട്ടറി ഇൻ വിച്ച് ദ ഇൻപുട്ട് ഈസ് ഇൻ ദ ഫോം ഓഫ് ദ മാട്രിക്സ് ആൻഡ് ഈസ് ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഫോർ ഡ്രോയിങ് റൂട്ട് ലോക്കസ്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഫോർ ഡ്രോയിങ് റൂട്ട് ലോക്കസ് എന്ന് ചോദിച്ചാൽ ഏതാണ്? MATLAB ആണ് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് സെഗ്മെന്റ് വിച്ച് ഡു നോട്ട് ടെർമിനേറ്റ് ഓൺ സീറോസ്? ഏതാണ്? ദ നമ്പർ ഓഫ് പോൾസ് ആണോ, നമ്പർ ഓഫ് സീറോസ് ആണോ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ആണോ, ദ സം ഓഫ് ദ നമ്പർ ഓഫ് പോൾസ് ആൻഡ് ദ നമ്പർ ഓഫ് സീറോസ് ആണോ? അപ്പോൾ ആൻസർ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ദ നമ്പർ ഓഫ് ദ റൂട്ട് ലോക്കസ് സെഗ്മെന്റ് വിച്ച് ഡു നോട്ട് ലൈ ഓൺ ദ റൂട്ട് ലോക്കസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ദ പോൾസ് ആൻഡ് സീറോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ എ സ്റ്റേബിൾ ക്ലോസ്ഡ് സിസ്റ്റം ദ ഗെയിൻ അറ്റ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ഷുഡ് ഓൾവേസ് ബി എന്നാണ്. ഒരു സ്റ്റേബിൾ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗെയിൻ അറ്റ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കണം? ഈസ് ലെസ് ദാൻ 0 decibel ആയിരിക്കണം കേട്ടോ. അപ്പം എന്താണ്? ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ ഗെയിൻ ഓഫ് ദ സിസ്റ്റം മസ്റ്റ് ബി 1 ആൻഡ് ഫോർ എ സ്റ്റേബിൾ സിസ്റ്റം ദ ഗെയിൻ ഈസ് ഡെസിബിൾ മസ്റ്റ് ബി 0 dB ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായി നോക്കുക. ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ടോപ്പിക് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം നന്നായി പഠിക്കുക. ബേസിക് എന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെ ഒരുപാട് വലിയ വലിയ പ്രോബ്ലംസോ അങ്ങനെയൊന്നും അല്ല, ബേസിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായി എക്സാം അതിന് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.